എല്ലാ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കും, പരാതിക്കാരെ ഇരുത്തി കേൾക്കും. പോലീസ് സ്റ്റേഷനുകളിൽ ഇനി ജനങ്ങൾ ഭയക്കുന്ന രീതി ഉണ്ടാകില്ല, മറിച്ച് അതെല്ലാം ജനസേവാ കേന്ദ്രങ്ങളായി മാറും. കേരളത്തിലെ 484 സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം നൽകും എന്ന് പ്രഖ്യാപിക്കുകയാണ് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്തൽ, ട്രെയിനിങ് സിലബസ് പരിഷ്കരണം, സൈബർ ക്രൈം നിയന്ത്രണം, അതിന് പുതിയ സംവിധാനങ്ങൾ, വിദ്യാർത്ഥികളിൽ ലഹരിമരുന്ന് ഉപയോഗം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട്, അങ്ങനെ പല പല പ്രഖ്യാപനങ്ങളാണ് മന്ത്രി നടത്തുന്നത്. പോലീസ് സംവിധാനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പോലീസ് സംസ്കാരം മാറുമോ? പതിറ്റാണ്ടുകളായി രൂപപ്പെട്ട പോലീസ് സംവിധാനത്തെ ഒരു ആഭ്യന്തരമന്ത്രിക്ക് മാറ്റി മറിക്കാനാകുമോ? പരിഷ്കാരങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ? അതോ കേരള പോലീസിൻ്റെ മുഖം മാറ്റാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ? ഇത് വെറുമൊരു ഇമേജ് മേക്ക് ഓവറാണോ? അതോ പോലീസ് മനോഭാവം തന്നെ മാറ്റാനുള്ള ഒരു യഥാർത്ഥ ശ്രമത്തിൻ്റെ ഭാഗമാണോ? ചർച്ച ചെയ്യാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇതിൽ ഒരു പ്രധാന കാര്യം രമേശ് ചെന്നിത്തല പറയുന്നത് 484 പോലീസ് സ്റ്റേഷനുകളുടെ സ്വഭാവം മാറും എന്നതാണ്. നേരത്തെ ഒരു വലിയ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ SI-മാർക്കായിരുന്നു ചുമതല. അത് പിന്നീട് കുറെ കൂടി ഉത്തരവാദിത്വ ബോധമുള്ള CI-മാരെ ഏൽപ്പിക്കണം എന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണം വന്നു. അത് ഫലത്തിൽ ഗുണം ചെയ്തില്ല എന്ന ഒരു കണ്ടെത്തൽ രമേശ് ചെന്നിത്തല തനിക്ക് വ്യക്തിപരമായി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഒരു വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റാനാകില്ല. പക്ഷേ അതിനുവേണ്ടി വേണമെങ്കിൽ കുറെ കൂടി ഒരു പഠനം നടത്തണം. അതിനുവേണ്ടി ഒരു സമിതിയെ ചുമതലപ്പെടുത്തുന്നു. ആ സമിതി പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച്, പോലീസിൻ്റെ ട്രെയിനിങ് സിലബസിനെ സംബന്ധിച്ച് ഒക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. ഇന്ന് നടന്ന ഉന്നതതല യോഗം പോലീസിൽ അടിമുടി പരിഷ്കാരങ്ങൾ വേണം എന്ന നിലപാട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കുന്നിടത്ത് ആരംഭിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും ഈ പോലീസ് സ്റ്റേഷനുകളിൽ നോക്കിയാൽ അവിടെ ഇങ്ങനെ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ, അതെല്ലാം മാറും എന്നാണ് പറയുന്നത്. എന്നോടൊപ്പം ശ്രീ അച്യുതൻ ചേരുന്നത് ഒളവണ്ണയിൽ നിന്നാണ്. ശ്രീ അച്യുതൻ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, പോലീസിൽ ഇപ്പം മന്ത്രി പറഞ്ഞത് ഒരു കണക്കിന് മനസ്സിനൊരു ആശ്വാസം തരുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഒരു 5 വർഷം മുന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്ക് അടിയാണ് എത്രയോ ആൾക്കാർക്ക്. ഇപ്പോഴേ ഞാൻ പല ന്യൂസിൽ കണ്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും ഒരു മര്യാദ ഇല്ലാത്ത വർത്തമാനമാണ് പറയാ. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രഖ്യാപനം കൊണ്ട് മാറും. പോലീസ് നാളെ തൊട്ട് നേരെയാകും. 60,000-ഓളം വരുന്ന സേനാംഗങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് കരുതാനാകും. ഭരണാധികാരികളെ ഇച്ഛക്കനുസരിച്ച് നിൽക്കും. ഭരണാധികാരികൾ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചിട്ട് നിൽക്കും. അത് നേരേക്ക് കൊണ്ടുവരട്ടെന്നാണ് ഞാൻ പറയുന്നത്. പോലീസിനും ചില പ്രയാസങ്ങൾ ഈ ഭരണാധികാരികൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ പോലീസ് ജീപ്പിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ. അപ്പൊ ആളുകൾ വളരെ പരിതാപകരമായ ഒരു രംഗമാണ് കണ്ടത്. പോലീസുകാർ അതിനകത്തായിരുന്നു ഇത്രയും കാലം അടച്ചിട്ട ഒരു വീടിന് സുരക്ഷ ഒരുക്കാൻ ഒരു ജീപ്പിനകത്ത് താമസിച്ച് അവർ നടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ശ്രീ അച്യുതൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ ഇവിടെ പുതിയ കോമൺവെൽത്തിലെ വോട്ട് കമ്പനിയിൽ ഇപ്പം പിരിഞ്ഞിട്ട് കുറച്ചു കാലമായി. ഇപ്പം ഗാർഡനറായിട്ട് പോവുക. ആണോ? ശരി. അപ്പൊ ഗാർഡനറായിട്ട് പോവുക. അതായത് പോലീസുകാരെ കെട്ടിട്ട മാതിരിയുള്ള ഒരു ജീവിതമാണ് ഓല ജീവിതം. ഓല് പറയണ മാതിരി ഭരണാധികാരി എന്താണോ പറഞ്ഞ അത് ചെയ്യണം. ശരി.
അപ്പോൾ നേരെ വന്ന് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. എന്നോടൊപ്പം ശ്രീ കൃഷ്ണകുമാർ ചേരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, ആക്ച്വലി ഏത് കാലത്തായാലും ഭരിക്കുന്ന കക്ഷിക്ക് ഇതിനായിട്ട്, അതായത് ഇപ്പൊ ഒരു മന്ത്രി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, അതിന് ബ്ലാക്ക് ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പോലീസ് തടയാൻ ശ്രമിക്കും. അതിന്റെ ഒരു കാരണം ഒരു റിട്ടയർഡ് പോലീസിലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വലിയ ഓഫീസർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ കരിങ്കൊടി കാണിക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഈ നേതാവിനോട് അനുഭാവമുള്ള വ്യക്തികളുടെ സദസ്സിന്റെ ഇടയിലാണ് ഒരാൾ കരിങ്കൊടി കാണിക്കണേ. അപ്പോ അത് കാണിക്കുമ്പോ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവർ ഇങ്ങോരെ കൈകാര്യം ചെയ്യും. അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഇടപെടും. പിന്നെ പോലീസ് മർദ്ദനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം അന്ന് നിയമസഭയിൽ ആ ചോരൊലിപ്പിക്കുന്ന ഷർട്ടുമായി വന്ന് നടത്തിയ പ്രസംഗം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പോലീസിൽ വലിയ മാറ്റം ഉണ്ടായി എന്നാണ് ശ്രീ കൃഷ്ണകുമാർ ധരിക്കുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചിട്ടുണ്ടായിരിക്കും. ആളുകളെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഒരു കുന്നംകുളത്ത് വെച്ച് ഒരാളെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടില്ലേ? ഒരു ഹോട്ടൽ ഉടമയെ ഒരു അകാരണമായി ചീട്ടത്തടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടില്ലേ? അപ്പൊ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ട ഒരു നേതാവ് ഈ നാട് ഭരിക്കുമ്പോൾ പോലീസിന്റെ രീതി ഇതാണെന്നുള്ള സാഹചര്യമല്ലേ നമ്മൾ കണ്ടത്? പോലീസിനെതിരെ ഒറ്റപ്പെട്ട ഒരു സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട എത്ര സംഭവങ്ങൾ, ബൂട്ടിട്ട കാലുകൊട്ട് സ്ത്രീകളെ ചവിട്ടുന്നതിന്റെ കേരളയിൽ സമര കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എത്ര എണ്ണുണ്ട് ഇന്ന് പോയി. നമ്മൾ ഈ അക്രമങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനേക്കാളൊക്കെ ക്രൂരമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ തുടരാം എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ആ കാലം കഴിഞ്ഞു. ഇനി ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ വരേണ്ടതല്ലേ? അതല്ലേ ശരി? അതെ, പക്ഷേ പോലീസിന്റെ ഏറ്റവും വലിയ മർദ്ദനം ഏറ്റെടുത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ആ സത്യം അംഗീകരിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസിന്റെ ഭരണകാലത്ത് പണ്ട് കാലം തൊട്ടേ വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് DYSP വരെയുള്ള പ്രൊമോഷൻ കൊടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അന്ന് കണക്കാക്കിയിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പഴയ കാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പൊ നടക്കുന്ന ഈ ക്രൂരമർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്ന് അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ വിളിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അങ്ങ് ഹൈദരാബാദിൽ നിന്ന് വിളിക്കുന്നതോട് ഞാൻ ഞെട്ടിപ്പോകും. 2 ദിവസം മുമ്പ് ഇവിടെ എറണാകുളം ജില്ലയിൽ നടന്ന പോലീസ് അക്രമവും ഞാൻ കണ്ടു. അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലല്ലോ കേരളത്തില്. അതെ, അപ്പൊ അതുകൊണ്ടാണ് അത് അറിഞ്ഞപ്പോ താൻ ഇടപെട്ടു എന്നല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞത്? അതിപ്പോ മറ്റുള്ളവർ ഇടപെട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ല, അതിനെ പച്ചയായി ന്യായീകരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണെന്ന് കേരളം കണ്ടത്. രക്ഷാപ്രവർത്തനം എന്നാണ് ഈ ആളുകൾ അടിച്ചത് കൊല്ലാറാകുന്നതിനെ വിളിച്ചത്. അത് തമ്മിൽ വ്യത്യാസമില്ലേ? പക്ഷേ ഇതിപ്പോ കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം പോലീസിന്റെ വീര്യം കുറഞ്ഞോ. അതെ, എനിക്ക് അങ്ങ് പറയുന്ന അതിനോട് യോജിപ്പുണ്ട്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ബാധ്യത, സാമ്പത്തിക ബാധ്യത ട്രഷറിയിലേക്ക് വരുമ്പോൾ ഈ പോലീസിനെ ഇതേപോലെ അഴിച്ചുവിട്ട് ആളുകളുടെ ഇന്ന് പണപ്പിരിവ് നടത്താനുള്ള ഒരു ഉപാധിയായി മാറ്റുമോ എന്നുള്ള ആശങ്കയായി എനിക്ക് അങ്ങേക്കാളുണ്ട്. ഏതായാലും ഞാൻ ശ്രീ കൃഷ്ണകുമാർ, അങ്ങ് ഹൈദരാബാദിലെ ഉള്ള ആളാണല്ലോ. അപ്പൊ അവിടുത്തെ ഒരു പോലീസിന്റെയും ഇവിടുത്തെ ഒരു പോലീസിന്റെയും സ്വഭാവം അങ്ങ് എങ്ങനെയാ, ഏതാ മെച്ചം? വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പോലീസിൽ ഇപ്പൊ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. എല്ലാ സ്ഥലത്തായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര്, പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി ഉള്ളവര് കോൺസ്റ്റബിൾ ആയിട്ട് വരാൻ തയ്യാറാവില്ല. ഇന്നിപ്പോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരും MPhil ഉള്ളവരും ഒക്കെ കോൺസ്റ്റബിൾ ജോലിയോട്ട് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ പോലീസിന് ക്രമാതീതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആവശ്യമാണ്. അത് രാജ്യത്തിന്റെ ഏത് സ്റ്റേറ്റിലായാലും ആവശ്യം, ഏത് ഭരണമായാലും. അതില്ലാത്തടത്തോളം കാലം ഇതുപോലെയുള്ള നടപടികൾ നിലനിൽക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ജെയ്സൺ സാമുവൽ എന്നോടൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജെയ്സൺ, കർണാടകയിലെ പോലീസാണോ നല്ലത്, കേരളത്തിലെ പോലീസാണോ നല്ലത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും വ്യത്യാസമല്ലേ സാറേ. എന്നാലും ഇപ്പോഴത്തെ ഇന്നത്തെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ സംസാരം അനുസരിച്ച് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. നമുക്കൊരു മാറ്റം വരണം. അത് ഉടനെ ഉണ്ടാവും എന്നുള്ളതല്ല, ക്രമേണ അത് ഉണ്ടായാൽ നല്ലതാണ്. പോലീസ് ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മയക്കുമരുന്ന് ഒരു വലിയ സംഭവമായി വരികയാണ്. ഞാൻ ഈ അങ്ങും ബാംഗ്ലൂരൊക്കെ ഇതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലായി. അവിടെ ഇത് വലിയൊരു വിഷയമല്ലേ, ഈ യുവാക്കളുടെ ഇടയിലെ മയക്കുമരുന്നും അതുപോലെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, അത് അവിടെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? എവിടെയായാലും, കേരളത്തിലായാലും ബാംഗ്ലൂരിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അത് പുതുതലമുറയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് തെറ്റായ ഒരു ശീലമാണ്. അതിന് വേണ്ട നടപടി സ്വീകരിച്ചേ മതിയാവും. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ജൂൺ 1 സ്കൂൾ തുറക്കുന്ന അന്ന് മുതൽ ഈ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് ആരംഭിക്കുകയാണ്. അത് കേരളത്തിലെ DGPമാർ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി
ബന്ധപ്പെടും. സിന്തറ്റിക് ഡ്രഗ്സ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിലേക്ക് വരുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടും. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ പീതാംബരൻ എന്നോടൊപ്പം പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നു. ശ്രീ പീതാംബരൻ, എനിക്ക് തോന്നുന്നു പീതാംബരൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊപ്പം ധാരാളം പേർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് യൂട്യൂബ് കമൻറ്റുകളിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ എനിക്ക് നമസ്കാരം, നമ്മുടെ ഷിജു സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ MN എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കിഷോർ കോന്നി ഉണ്ട് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കിട്ടിയ ചോരയല്ല പിണറായിയുടെ ഷർട്ടിൽ പറ്റിയതെന്ന് സഖാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ജയകുമാർ പരിഹസിക്കുന്നു. അങ്ങനെയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പക്ഷേ ഈ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ക്രൂരമർദ്ദനങ്ങൾ ഓർക്കുന്ന ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ സാധാരണക്കാർക്ക് കുറേ കൂടെ നീതി കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രതിഷേധങ്ങൾക്ക് ഒക്കെ തടയാൻ പോലീസിന് പലപ്പോഴും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ നടത്തുന്ന നരനായാട്ടിനെ ന്യായീകരിക്കാൻ ആളുകൾ വരുമ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ അന്ന് ഈ അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച ആളുകളെയും കുറ്റം പറയാനാകില്ല. സ്വാഭാവികമായും ഇത് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഏതായാലും സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി മാഫിയക്കെതിരെ കർശനമായ ഒരു നീക്കം നടക്കും എന്ന് പറയുമ്പോൾ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിലും മാറ്റം ഉണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. ഇതിൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി ഈ പോലീസ് സ്റ്റേഷൻ അതിക്രമങ്ങൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പലയിടങ്ങളിലും ഇപ്പോഴും കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നു എന്നതാണ് ഒരു പ്രധാന കാര്യം. സുബ്രഹ്മണ്യൻ എന്നോടൊപ്പം ചേരുന്നു, പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, നമസ്കാരം. നമസ്കാരം. കോട്ട് വീണ്ടും തിരിച്ചു വന്നല്ലോ, ഗ്ലാമർ ആയിട്ട്. കോട്ടാണ് അങ്ങേക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലേ? എനിക്കും ഇഷ്ടമാണ്, ഞങ്ങളുടെ ഫാമിലിക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ കോട്ട് ഇടുന്നതിന്റെ കാര്യം അങ്ങേക്ക് അറിയാം. ഞാൻ രഹസ്യമാണല്ലോ, അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൃശ്യം 2 അല്ല 2 അല്ല 3. അപ്പോ എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയാം. ആഭ്യന്തര വകുപ്പ് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് ഈ 5 വർഷം കൊണ്ട് കേരളീയർ കാണാൻ പോവാ. ഒരുപാട് മാറ്റം വരും. പിന്നെ ലഹരി മരുന്നുകൾക്കെതിരെ ഉള്ള ആ തീരുമാനവും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ സിംഗപ്പൂരിലുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ. ഓക്കെ, എല്ലാ പ്രേക്ഷകർക്കും അവർ നമ്മുടെ പൊതുവേദിയുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ അവരെ എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീ പീതാംബരനെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ സിംഗപ്പൂരിലെ എല്ലാ മലയാളികൾക്കും നമ്മുടെ പൊതുവേദി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ശ്രീ പള്ളുരുത്തിയിലുള്ള പീതാംബരൻ്റെയും ആശംസകൾ. പോരെ? ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് സാറേ, ഈ വിളിച്ചാൽ കിട്ടാത്തവർക്ക് കോളാപ്പിൽ ഒരു ട്രിക്ക് ഉണ്ട്. കോളാപ്പിൽ 4ാമത്തെ ബെല്ലിന് ഫോൺ കണക്ട് ആവും. അങ്ങനെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആളുകൾക്ക് വിളിച്ചാൽ ഇവിടെ എടുക്കാൻ എനിക്ക് എത്ര ആളെ വെക്കാൻ പറ്റും? സംസാരിക്കാൻ ഒരാൾക്കല്ലേ പറ്റുള്ളൂ ഒറ്റ ടൈമിൽ. അതിന്റെ പലരും കംപ്ലൈന്റ് അല്ല, പലരും പറഞ്ഞു. ഞാൻ പറയുന്നത് ഒട്ടും കിട്ടാത്തവർക്ക് കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കുക, ആളുകൾ കുറച്ചൊക്കെ സാവകാശം മറ്റാളുകൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു പോംവഴിയായിട്ട് കാണുക. കാരണം ഇവിടെ നമ്പർ കാണാനുള്ള വഴി നമ്മൾ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. കോളാപ്പില് 4ാമത്തെ റിംഗിൽ കണക്ട് ആവും. ഞാൻ എന്ന് വിളിച്ചാൽ 4ാമത്തെ റിംഗിൽ കണക്ട് ആവുന്നുണ്ട്. അത് കോളാപ്പിൽ ഒരു ട്രിക്ക് ഉണ്ട്, അതാണ്. ശരി, സന്തോഷം. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പീതാംബരൻ ടെലിഫോണിൽ എന്തോ പറ്റി. ഓക്കെ, ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ശ്രീമതി സൗമ്യ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകയും കൂടിയാണ്. വളരെ സെൻസിബിളായി ഒരു കാര്യത്തെ നോക്കി മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹായ് മാഡം. There are good officers in police department. Not all behave badly. Maybe for 6 months they will change in police station as per Home Minister's order. After that they are back to their normal routine. അത് ആ ആശങ്ക എനിക്കും ഇല്ലാതില്ല. 6 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ആൾ തെങ്ങയിൽ കയറി നിൽക്കുമോ എന്നുള്ള ആശങ്ക അങ്ങനെ തുടരുകയാണ്. ശ്രീ എ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഗൗതം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ അതിനോടൊപ്പം യൂട്യൂബിലുണ്ട്. ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമല്ലെന്നാണ് ഗൗതം പറയുന്നത്.
ഈ ഗൗതമിന് ഇഷ്ടമല്ലാത്ത വിഷയം ഈ പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ട എന്ന് ഗൗതം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മളിപ്പോൾ ഇന്ന് ഈ വിഷയമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പല ആളുകളോടും പറയുന്നത്, ചില ആളുകൾക്കൊരു വിഷയം ഇഷ്ടമല്ല എന്ന് കരുതിയാൽ അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നല്ല. അത് ചർച്ച ചെയ്യുന്ന ഒരുപാട് പേർ ഉണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് നമുക്ക് ചർച്ച ചെയ്യാം, ആ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവീൺ ചേർത്തല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രവീൺ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ പറയാനുള്ളത്, കുറച്ചു മുമ്പ് വിളിച്ച ഒരു പ്രേക്ഷകൻ വിളിച്ചത് ഒരു കൃഷ്ണകുമാർ ഹൈദരാബാദിൽ നിന്നാന്ന് തോന്നുന്നു. എന്തോ സുരക്ഷാ മറ്റേ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്ന പുള്ളിയെ അത് രക്ഷാപ്രവർത്തനം. അപ്പൊ എനിക്ക് തോന്നുന്ന പുള്ളിയെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വല്ലതും ആണെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അഭിനന്ദനം അറിയിക്കാനുള്ളത് AD തോമസിനോടാണ്. ഏറ്റവും കൂടുതൽ, അതായത് ഈ ഭരണസമിതിയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് AD തോമസ്. കാരണം അദ്ദേഹത്തിനെ അടിച്ചു കൊല്ലാക്കൊല ചെയ്യണത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നല്ലപോലെ ഹൃദയവേദന ഉണ്ടാകണം. എന്നുവെച്ചാൽ നമ്മൾ ആ പാർട്ടി അല്ലെങ്കിൽ പോലും നല്ലപോലെ വേദന ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു സംഭവം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അട്ടിമറിക്കണം മാത്രമല്ലെന്നേ, അത് പറയണതിന്റെ ഒരു മര്യാദ വേണ്ടേ? എന്താണ് രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്? അടിച്ചു കൊല്ലാക്കൊല ചെയ്ത് ഒരുത്തന്നെ പറയുവാണ് രക്ഷാപ്രവർത്തനം. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ടാണ് ഈ ഭരണസമിതി ഈ ഒരു കോൺഗ്രസ് ഇത്രയധികം സീറ്റോടുകൂടി വിജയിച്ചു വന്നത്. ഇവിടെ ഉള്ള കാര്യം പറയല്ലേ, എല്ലാ പാർട്ടിക്കാരും എനിക്ക് തോന്നുന്നു അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണാതെ പോയൊരു മനുഷ്യനോട് കേട്ടോ, കണ്ണൂരിലെ ഫർസീൻ മജീദ് വിമാനത്തിൽ കയറി, അദ്ദേഹത്തിന്റെ ഒരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും വിമാനത്തിൽ കയറി പ്രതിഷേധം 2 തവണ പറഞ്ഞേ ഉള്ളൂ. അടികൊണ്ട് അദ്ദേഹത്തിന്റെ ഊപ്പാട് അടിയിപ്പോയി. പക്ഷെ അത് ആരും വീഡിയോയിൽ എടുക്കാത്തത് കൊണ്ട് ഫർസീൻ മജീദിന് സിമ്പതിയും കിട്ടിയില്ല. അല്ല, ഇത്രയേറെ ഒരു അപഹാസ്യമായിട്ട് വർത്താനം പറഞ്ഞു സ്വയം അപഹാസ്യരാകുന്ന ഒരു പാർട്ടി വേറെ ഉണ്ടായിരുന്ന പറയണത്. അതിന് പറ്റുന്ന ജനപ്രതിനിധികൾ ഉണ്ടായിപ്പോയവർക്ക്. അതാണ് ഈ പാർട്ടിയുടെ അധപ്പതനത്തിന് കാരണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പിന്നെ അതേപോലെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. അത് ആഭ്യന്തരമന്ത്രിയോടാണ്. ഇപ്പൊ പുതിയ ഭരണസമിതിയൊക്കെ വന്ന് പുതിയ ആഭ്യന്തരമന്ത്രി ചുമതലയേറ്റി. അപ്പൊ അതിനോടനുബന്ധിച്ച് പറയുകയാണ്, ഒരു അപേക്ഷ മാത്രമാണ്, ഒരു പരാതിയായിട്ട് കൂട്ടണ്ട, ഒരു അഭിപ്രായമായിട്ട് കൂട്ടിയാൽ മതി. ഈ ചില റോഡ് ജംഗ്ഷനുകളിൽ മറ്റേ നമ്മൾ ഈ ഹെൽമറ്റ് വെക്കാത്തവരെ പോലീസ് മറ്റേ ഫോട്ടോ എടുക്കാൻ നിൽക്കുമല്ലേ, അത് ഒരുമാതിരി തീവ്രവാദികളെ പിടിക്കാൻ നിൽക്കണ പോലെ നിൽക്കണം. ഒരു മര്യാദയൊക്കെ കാണിച്ച് നിൽക്കാൻ പറയണം, ദൈവത്തെ ഓർത്ത്. അല്ല, അത് ശരിക്കും ഈ ക്യാമറ വെച്ച് പിടിക്കേണ്ട കാര്യമില്ല. പോലീസ് പല ആളുകളും ചാടിക്കേറി ഇതേതാണ് മറ്റേ തീവ്രവാദികളെ പിടിക്കാൻ നിൽക്കണ പോലെയാണ്. ഒരു ജംഗ്ഷൻ, ഒരു റോഡിന്റെ സൈഡിൽ എന്നുവെച്ചാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയാൽ പോലും അത് നിയന്ത്രിക്കാൻ തയ്യാറാകണില്ല. അതിനു പകരം ഒരുമാതിരി മറ്റേ തീവ്രവാദികളെ പിടിക്കാൻ നിൽക്കണ പോലെ കൂട്ടത്തോടെ നിന്ന് പല ഘട്ടങ്ങളിൽ ഞാനും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. കാരണം ഒരു പരാതി പറഞ്ഞാൽ അതിന് താല്പര്യമില്ല. പക്ഷെ ഒരു പരാതിയും ഇല്ലാത്ത ഇത്തരം കേസുകളിൽ അവര് ഭയങ്കരമാണ്. ഇനി അത് ഒരു ഹെൽമെറ്റ് ഇടാത്തയാളെ വിചാരിക്കും, അയാൾ എന്തെങ്കിലും ഈ ഒരു ശുഷ്കാന്തി വല്ല ഈ മയക്കുമരുന്ന് മാഫിയകളോടോ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നേരത്തെ ഒതുങ്ങി പോയാന്. ഇതൊരുമാതിരി ഹെൽമെറ്റ് വയ്ക്കാത്ത ഏതാണ്ട് തീവ്രവാദ പ്രവർത്തനം പോലെയൊക്കെ കാണിച്ചു ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കണം. എന്തൊക്കെ ഒരു വണ്ടി ഒരു ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഓടിച്ചു നിൽക്കുവാന്ന് വെച്ചു, ഓട്ടോ ഓടിച്ച് ഒരു ജംഗ്ഷനിൽ ചെന്ന് അല്ലെങ്കിൽ ഒന്ന് നിന്ന് ആളെ ഇറങ്ങണ സമയത്ത് അപ്പൊ ഫോട്ടോ എടുക്കാൻ പറയും, ഇല്ലെങ്കിൽ തെറി പറയും, ഇല്ലെങ്കിൽ ചീത്ത പറയും. എന്തെങ്കിലും ഒരു വാക്ക് ഉറപ്പാ. അല്ല, ഞാൻ കേട്ടിട്ട്, ഞാനൊരു ഓട്ടോ ഡ്രൈവറും കൂടെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം നമ്മളൊക്കെ ഒരാൾക്ക് ഇറങ്ങണോന്ന് പറയുമ്പോ അവിടെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തുന്നു. ആ നിർത്തുന്ന ആ സെക്കൻഡിൽ ചിലപ്പോ എവിടുന്നാന്നറിയാൻ മേലെ ഏതെങ്കിലും മിക്കവരും ചീത്ത പറയുമെന്നേ, ചീത്ത പറയും, എടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറയണെന്നറിയാം. നമുക്ക് സങ്കടം തോന്നിപ്പോ. കാരണം നമ്മൾ പല തെറ്റ് ചെയ്തിട്ടാണ്. നമ്മളൊരാള് കയറുന്ന ഒരാളെ കൊണ്ട് ഇറക്കുന്നു, ആ ആളെ ഇറങ്ങി അവര് ആ പൈസ തന്ന് അതിനുള്ളൊരു സമയം കിട്ടണ്ടേ. എന്നാ അതേപോലെ വലിയ ഹൈ ക്ലാസ് കാരൊക്കെ അവിടെ ചിലപ്പോൾ റോഡരികെ മൊത്തം കിടപ്പുണ്ടാകും. അതൊന്നും അവർക്ക് ഒരു വിഷയമില്ല. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റേ പോലീസല്ല, മറ്റേ ഹോംഗാർഡില്ലേ, ഹോംഗാർഡാണെന്ന് തോന്നുന്നു അതിൽ കൂടുതൽ ഇതെന്ന് തോന്നുന്നു. ആണോ? ഏതായാലും ചേർത്തലയിലെ
പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രവീണിന്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവരെന്നെ എപ്പോ അകത്താക്കിയെന്ന് ചോദിച്ചാൽ മതി. അവരപ്പൊ നോട്ട് ചെയ്ത് വയ്ക്കും, അവരപ്പൊ തന്നെ പൊക്കിക്കോളും, കുഴപ്പമില്ല. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ, തിരുവല്ലയിൽ ഇങ്ങനെ പോലീസുകാർ ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് പെറ്റി ഒഫൻസ് ചാർജ് ചെയ്യുന്നുണ്ട്. നമസ്തേ സാർ. നമസ്തേ. ഈ അടുത്തിടയ്ക്ക് തിരുവല്ലയിൽ ഒരു പാർട്ടി അതുപോലെ ലാത്തി കൊണ്ട് ഇറങ്ങിയിടുകയൊക്കെ ചെയ്തു. അത് ഈ പോലീസുകാർ എല്ലാരും ഒന്നും അങ്ങനല്ല. കുറെ പേരുണ്ട് ഈ ഒരു കുളത്തിൽ ഒരു മത്സ്യം ചീഞ്ഞത് മതിയല്ല മൊത്തം കുളത്തിനെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർ എല്ലാരും ഒന്നും ഇല്ല. കുറെ ആൾക്കാർ, എത്രയോ പോലീസുകാർ, നല്ല ആൾക്കാരെ എനിക്ക് തോന്നുന്നത് ഇതിൽ എന്താണെന്നറിയാമോ, ഈ പോലീസിനൊരു കോട്ട കൊടുക്കുകയാണ്, ഇത്ര പേരെ പിടിച്ചുകൊണ്ട് വരണം. കാരണം എന്താന്ന് വെച്ചാല് വരുമാനം സംസ്ഥാനത്തിനില്ല. അപ്പൊ അതിന് ഇവരെ അഴിച്ചുവിടുകയാണ്. ഇവരെ അഴിച്ചുവിട്ട് ഇവര് പലയിടങ്ങളിൽ നിന്ന് പണം ആളുകളെ പിടിക്കും. അപ്പൊ ഇവരുടെ ഫ്രസ്ട്രേഷനും ഈ മൊത്തത്തിലുള്ള പ്രശ്നവും ഒക്കെ കൂടെ നോക്കി ഈ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവനും 100,000 സാമ്പത്തിക പ്രയാസങ്ങളുമായിട്ട് നടക്കുന്നവനായിരിക്കും. ഉള്ള ഹെൽമെറ്റ് ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയതുകൊണ്ടോ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം ഇവര് ഇത് വെക്കാതിരിക്കുന്നത്. അപ്പൊ ഇവൻ ആ ഒരു പ്രയാസത്തിലായിരിക്കും ഇവൻ നടക്കുന്നത്. അപ്പൊ അവനെയാണ് ഈ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. അപ്പൊ അവൻ തട്ടിക്കയറും. അവന് തട്ടിക്കയറുമ്പോൾ പോലീസിന്റെ സമ്മർദ്ദം വർദ്ധിക്കും, ഇവനെ ഇടിക്കും. അപ്പൊ നാട്ടിലെ പെരിയും കള്ളൻ പോലീസിനെ കാണുമ്പോൾ പക്ഷേ വിനയാനുതനായി കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കും. അപ്പൊ അവനോട് പോലീസിന് പ്രശ്നമില്ല. പക്ഷേ വെറുതെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ പോലീസ് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അത് ഇവിടെ എന്താ 144 ഉണ്ടോയെന്ന് ചോദിക്കും, ഉടനെ ഇടിയായി. അപ്പോൾ ഇതാണ് പോലീസിൽ നടക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഏതായാലും ഇതൊക്കെ മാറുമെന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. തിരുവല്ലയിൽ ഏതായാലും പ്രശ്നങ്ങൾ മാറുമെന്ന് വിചാരിക്കാം, അല്ലേ സാറേ? അത് ഈ പോലീസുകാരൊക്കെ ഇപ്പൊ ആൾക്കാരെ പിടിക്കുന്ന, എനിക്കൊരു പച്ചക്കറി കട, അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുടനെ ഹെൽമെറ്റ് ഊരി അങ്ങ് വെക്കും. പിന്നെ തിരിച്ചു പോകാൻ നേരത്തെ ഹെൽമെറ്റ് എടുക്കില്ല, മറന്നു പോകാൻ വെച്ചിട്ട് പോകും. അങ്ങനെ അങ്ങ് പോകും. ആ തല ചൂടായിരിക്കുന്നത് കൊണ്ട് അങ്ങ് വീട്ടങ്ങ് പോകും. ഇടയ്ക്ക് വെച്ച് പിടിക്കും. അത് ഇങ്ങനെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. ഈ പോലീസുകാരുടെയും കുറ്റം പറയാനൊക്കത്തില്ല. അവർക്ക് വണ്ടിയൊന്നും കൊടുക്കത്തില്ല. പിന്നെ എവിടെയെങ്കിലും പോയി ഒരു മൂലയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് അവരെ നിർത്തിയിട്ട് അങ്ങ് പോകും. പിന്നെ അവര് ഇങ്ങനെ നിൽക്കണം. അവരുടെ ഇത് ചൂടാവും. എല്ലാവർക്കും എല്ലാവരുടെയും ഉണ്ട് കുറ്റം. എന്നാ കുറ്റം ഇല്ലതാണ്. ഒരു പോലീസിന്റെ സാഹചര്യം കുറെ കൂടി മെച്ചപ്പെടുത്തി കൊടുക്കണം. അവർക്ക് ഈ ഇത്രയും കോട്ട തയ്ക്കാനുള്ള സമ്മർദ്ദം ഒഴിവാക്കി. ഉണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിലുണ്ടായിരുന്നു പണ്ട് സന്ദേഹ കേസ്. ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു. പണ്ട് നമ്മള് മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പിടിച്ചോണ്ട് പോകും. ഒരു ദിവസം ജയിലിലിട്ടിട്ട് തന്നെ പേരും ഒക്കെ എഴുതി എടുത്തിട്ട് ഒരു ദിവസം ഇത്ര കോട്ട തയ്ക്കണമെന്നുണ്ട്. പക്ഷെ അവര് ഉപദ്രവിക്കത്തൊന്നുമില്ല. ഒരു രാത്രി മൊത്തം അങ്ങ് ജയിലിലിടും. തമിഴ്നാട്ടിലെ ചെങ്കോട്ട ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഒരു 70 കാലഘട്ടങ്ങളിൽ. ഓക്കെ, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു, ഭരണമെല്ലാം ഇനി ജനങ്ങൾ പറയും പോലെ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുന്ന വലിയ ഉറപ്പാണ് ശ്രീ ജയകുമാറിന് ഉള്ളത്. ശ്രീമതി സതി ബാബുരാജ് എന്നോട് നമസ്കാരം എന്ന് പറയുന്നു, സുഖമാണ്. അത് അവരുടെ സതി ബാബുരാജ് നമുക്കറിയാം ഒരു സേവന കേന്ദ്രം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സെലിബ്രേഷൻസ് നടക്കുകയാണ്. അപ്പോൾ എൻഡ് വിത്ത് യുവർ പ്രെയർ, പ്ലീസ് പ്രേ ഫോർ അവർ മദേഴ്സ് എന്നാണ്. അവിടെ ഈ നിരാലംബരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു സേവന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഇന്ന് ചില ആഘോഷ പരിപാടികളൊക്കെ നടന്നു. അപ്പോൾ അവരുടെ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മളെ അറിയിക്കുന്നതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിനെല്ലാ വിധ ആശംസകളും നേരുന്നു. അവിടുത്തെ അമ്മമാർക്കും ഒക്കെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മനു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളെ തിരഞ്ഞെടുക്കാം ഏത് വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന്. ഞാൻ ആജ്ഞാപിക്കുന്നില്ല. പക്ഷേ ഏത് വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഗൗതം പറയുന്നു. ഗൗതം നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഗൗതമിന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള എല്ലാ അധികാരമുണ്ട്, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഗൗതമിന് വേണമെങ്കിൽ പറയാം, ഇതായിരുന്നു ചർച്ച ചെയ്യേണ്ടതായിരുന്നു. നമ്മളൊരു ഞാൻ ഇതൊക്കെ പലതവണ വിശദീകരിച്ച കാര്യമാണ്. ഞാൻ ഈ പൊതുവേ കൂടുതൽ ആളുകൾ ഏത് വിഷയത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമ്മൾ യൂട്യൂബും മറ്റും നോക്കിയാണ് ഈ ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു മമതയും ഇല്ല. ചിലപ്പോൾ എനിക്ക് ഓരോ ഇഷ്യൂ ബേസ്ഡായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ വിയോജിപ്പ് തോന്നും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എനിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ അങ്ങനെ പ്രീണിപ്പിക്കാൻ നടക്കാൻ ഒട്ടും താല്പര്യമില്ല, അതിനൊട്ടും മനസ്സുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്ന രീതി എനിക്കില്ല. അപ്പോൾ ഗൗതമിന് ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് സർക്കാരിൻ്റെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ അത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം എന്ന് വേണമെങ്കിൽ ഗൗതമിന് ആഗ്രഹിക്കാം. പക്ഷേ അത് നടപ്പായിക്കൊള്ളണം എന്നില്ല, അതാണ് അതിലെ കാര്യം. ഓക്കെ, അപ്പോൾ ഏതായാലും ഗൗതം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അങ്ങയുടെ അഭിപ്രായങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ല എന്നാണ് ഞാൻ
പറഞ്ഞത്. സ്ഥാപനമൊന്നുമല്ല ഇത് ഇതൊരു സ്ഥാപനവുമായി ഇതിന് ബന്ധമില്ല. ഇത് നോക്കുകയാണ്, ആളുകൾക്ക് കൂടുതൽ ഏത് കാര്യങ്ങളിലാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്, എന്താണ് ആളുകളെ ഏറ്റവും അധികം ബാധിക്കുന്നത്. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുന്ന എത്ര വിഭാഗം ആളുകളെയാണ്, അത് നോക്കിയാണ് എടുക്കുന്നത്. അതിലാണ് മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാറ്റമാണോ വലുത്, ഇതാണോ എന്നുള്ള ആശങ്കയാണ് പ്രധാനമായും അതിലൊക്കെ നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോലീസിനെ കൊണ്ട് ഗുഡ് മോർണിംഗ് പറയിപ്പിക്കുന്ന രീതി ശരിയല്ല എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറഞ്ഞു. ഇങ്ങനെ ഈ രഘുനന്ദൻ എന്താണ് കുഴപ്പം? പോലീസ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സേവകനാണ്. ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ രഘുനന്ദൻ്റെ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഒരു മുൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു പ്രതികരണമാണ്. അപ്പോൾ അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഗുഡ് മോർണിംഗ് ഫോൺ എടുത്താൽ ആളുകളെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, അതൊരു ഫോൺ എറ്റിക്കേറ്റാണ്. ഒരാൾ ഫോൺ എടുക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹലോ എന്ന് പറയുക. ഹലോ എന്ന് പറയുന്നതിന് ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഹലോ എന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയുന്ന പോലെയാണ് ഫോണിലും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഏർപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ പോലീസ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചു നോക്കി എന്താണ് പോലീസിൻ്റെ പ്രതികരണമെന്ന്. അപ്പോൾ മറുവശത്ത് ഫോൺ എടുത്ത ഉദ്യോഗസ്ഥൻ ഹലോ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താ പറയേണ്ടത്, ഗുഡ് മോർണിംഗ് എന്നാണോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണോ, ഗുഡ് ഈവനിങ് എന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിച്ചിട്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് സംസാരം തുടരുക. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതെന്തോ വലിയൊരു കുറച്ചിലുള്ള കാര്യം. പോലീസിനെന്തോ ഒരു PSC ടെസ്റ്റ് എഴുതി കിട്ടിയാൽ വലിയ അധികാരം ഉണ്ടെന്നൊന്നുമില്ല. അത് കുറ്റവാളികൾ പോലീസിനെ ഭയക്കണം. ശരിയായി പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും പോലീസിനെ ഭയക്കേണ്ട. അയാളെ സഹായിക്കാനുള്ള, സേവിക്കാനുള്ള ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥൻ മാത്രം തന്നെയാണ് പോലീസുകാരൻ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അവിടെ പൊതുജനമാണ് അവിടുത്തെ യജമാനൻ. അദ്ദേഹത്തിനൊരു പ്രശ്നം വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ സഹായിക്കാനെത്തുന്ന ഒരു ജീവനക്കാരൻ മാത്രമാണ്. അയാൾ ഒരു പരാതിയുമായി വരുന്ന ആളെ കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അതങ്ങനെ മാറിയേ പറ്റുക, മാറേണ്ടതാണ്. പോലീസുകാർക്കും ആ അഭിപ്രായം തന്നെയാണ് ഒരു വലിയ വിഭാഗത്തിന് ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അയാളെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നത് മറ്റേ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം പറയും പിണറായി പോലീസ്. ഓക്കെ, വല്ല ആവശ്യമുണ്ടോ സാറേ ആ ആട്ടോക്കാരൻ എന്തിനാണ് അകത്താക്കുന്നത് എന്ന് ജയകുമാർ എന്നോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ സതി ബാബുരാജ് ചേഞ്ചിങ് പോലീസ് സിസ്റ്റം ഈസ് ഷുവർലി പോസിബിൾ എന്ന് എന്നോട് പറയുന്നു. ശ്രീമതി സൗമ്യ എൻ്റെ കോംപ്ലിമെൻറ്റ്സിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൈയൊക്കെ കാണിക്കുന്നത്, അപ്പോൾ ഞാനും 2 കൈ കാണിക്കുന്നുണ്ട്. ഗൗതം എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. പോലീസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലീസ് അസോസിയേഷന് പിരിച്ചുവിടുന്നത് നന്നായിരിക്കും എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അല്ല, അവരുടെ പോലീസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ പിണറായിൽ ഒരു പോലീസ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള ഒരു സഭ പോലീസിന് ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റില്ല. അതിൽ രാഷ്ട്രീയം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോൾ അസോസിയേഷനിൽ പിരിച്ചുവിടണമെന്നാണ് ഇപ്പോൾ ദിനേശ് എന്നോട് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ശിവദാസൻ നായർ എന്നോട് പറയുന്നത് പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും കഴിഞ്ഞ 10 വർഷം നാം അനുഭവിച്ച പോലെയുള്ള ഭരണം ആയിരിക്കില്ല എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ശ്രീ തങ്കച്ചൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ശ്രീ തങ്കച്ചൻ, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ള സാറിന്റെ ഈ പ്രവർത്തന ശൈലി വെച്ച് നല്ലൊരു ആഭ്യന്തര വകുപ്പ് ആയിരിക്കും രമേശ് ചെന്നിത്തല അഭിപ്രായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ അനുഭവത്തിൽ ഓരോ കാര്യങ്ങൾ പോലീസിന്റെ ചിട്ടകളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായത് മാങ്ങാം മൂട്ടിച്ച പോലീസുകാരനും മാല മൂട്ടിച്ച പോലീസുകാരനും വരുന്ന പ്രതികളെ ചെയ്യാത്ത കുറ്റങ്ങൾ കഴിച്ചേൽപ്പിച്ച് ചെയ്യുന്ന കുറ്റങ്ങളും ഒക്കെ വരുത്തിയ പോലീസുകാരാണ്. ഇപ്പോൾ നമുക്കറിയാം വിദ്യാർത്ഥി സംഘടന മുകളിൽ SFI തൊട്ട് DYFI CI2 CPM-ന്റെ എല്ലാ പ്രവർത്തനവും എന്തെല്ലാം പ്രവർത്തനങ്ങൾ അതിനെല്ലാം ന്യായീകരിക്കല്ലേ. അല്ലാതെ നമുക്ക് നിയമസഭയിൽ ഉണ്ടായ കാര്യങ്ങൾ പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ സർക്കാരുകൾ നോക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനരോക്ഷമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഉണ്ടായത്. ആ തെരഞ്ഞെടുപ്പിയാണ് നമ്മൾക്ക് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്റെ അനുഭവത്തിൽ സാറേ, ഞാൻ ഒരു ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയനിൽ പണിയുന്ന തൊഴിലാളിയാണ്. ഞങ്ങൾ പോകുന്ന വാഹനത്തിലല്ല സാറേ ലോഡ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ വരുന്ന കാര്യങ്ങളിൽ പോലീസ് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾക്ക് ആ വണ്ടിക്കാരനെതിരെ ഡ്രൈവർക്കെതിരെ പെറ്റിയടിക്കുവാണ്. നമ്മൾ തടികേറ്റാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് ഞങ്ങൾ വണ്ടിയല്ല വേറെ വണ്ടി പിടിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് 500 രൂപ പെറ്റിയടിച്ച് കൊണ്ടുപോകുന്നു. ഈ സാധനം ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ബിവറേജിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പം ഫ്രീ ആയിട്ട് എടുത്തിനൊക്കെ കൊണ്ടുപോയി ടൂ വീലറുകാരൻ
ഈ ബിവറേജ് കോമ്പൗണ്ട് അകത്ത് കയറി പെറ്റിയടിച്ച് ഹെൽമെറ്റ് ഇല്ലാന്ന് പെറ്റിയടിച്ച് കൊണ്ടുപോകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ സാറേ നിരുത്തരമായ കാര്യമല്ലേ? ഞങ്ങളുടെ കൂടെ പണിതുകൊണ്ടിരുന്ന തൊഴിലാളി വണ്ടിപ്പുറത്ത് താഴെ പോയതിന് സാക്ഷി എഴുതാൻ വേണ്ടി പോലീസിൽ ചെന്നപ്പം ഞാനാണ് ആ സാക്ഷിക്കാരനായിട്ട് ചെന്നത്. എന്റെ പേരാണ് മാസ്റ്റർ സാക്ഷിയിൽ ആദ്യം വെച്ചിരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു ഇതങ്ങ് ഒപ്പിട്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒപ്പിടുകയല്ല, കാരണം എനിക്ക് മുൻ അനുഭവമുണ്ട്. ഒപ്പിട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്താ എഴുതിച്ചേർന്ന് അറിയത്തില്ലല്ലോ, എനിക്ക് വായിച്ചു നോക്കണം, വേണമെങ്കിൽ വായിച്ചു നോക്കാം, ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കുകയല്ലെന്ന് പറഞ്ഞു. 4 വട്ടം എന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പിടാന്ന്. ലാസ്റ്റ് എന്റെ ഒരു സഹോദരൻ ഒരു വക്കീലുണ്ടായിരുന്നു, അവന് ഞാൻ ഏത് സ്റ്റേഷനിൽ വെച്ചാൽ ഈ സംഭവം ഉണ്ടായത്? പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ, കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ. ഉദ്യോഗസ്ഥരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കേൾക്കാൻ തന്നെ സാറേ കൃത്യമായിട്ടുള്ള നടപടിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടും ഞാനോട് പറഞ്ഞു. ലാസ്റ്റ് അവര് വഴങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒപ്പിടുകയല്ല, കൃത്യമായിട്ട് വായിച്ചാൽ ഒപ്പിടുകയല്ല. എന്നോട് ഡയറക്ടറോട് ഒപ്പിടാൻ എസ് ഐ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒപ്പിടില്ല. ഒരു പോലീസുകാരൻ പറഞ്ഞു നീ ഒപ്പിടുകയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഒപ്പിടത്തില്ല, കാരണം നിങ്ങളെ തല്ലിക്കൊന്നാലും ഒപ്പിടത്തില്ല. ലാസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഒപ്പിട്ടെ. അങ്ങനെ തിരിച്ചു വന്നു എത്രയോ പോലീസുകാർ ഇതുപോലെ. ഇതൊക്കെ വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർ ആരും ഇല്ല സാറേ. ഇതൊക്കെ വിളിച്ചു പറയണമെങ്കിൽ തീർച്ചയായും അത് എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, അല്ല ഞാൻ വേറൊരു അനുഭവത്തിൽ കണ്ട കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരല്ല സാറേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും. ഞങ്ങളുടെ പേരിൽ പെറ്റിയടിക്കാവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ എന്തൊരു അക്രമമാണ് സാറേ ചെയ്യുന്നത്. ഈ അക്രമങ്ങളെ നമുക്ക് പറയുമ്പോൾ അവർ നമ്മുടെ നേരെ മെക്കെട്ട് കയറുകയാണ്. നിങ്ങൾ ഇതങ്ങ് ചെയ്താൽ മതി, ചെയ്തിട്ടങ്ങ് പൊക്കോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ സാറേ സങ്കടമുള്ള കാര്യങ്ങളാണ്. നമ്മളെ ഒരു കൂലിപ്പണിക്കാരനില്ലേ, കൂലിപ്പണിക്കാരന് കിട്ടുന്ന വരുമാനമില്ലേ, ഇതിൽ നിന്നൊരു ഞാൻ പറയില്ലേ ഒരു സ്മോൾ അടിക്കാൻ പോവാണ് ഞങ്ങൾ. ചിലപ്പോൾ ഒരു ഫ്രീ പാസ് ആയിരിക്കും ഹെൽമെറ്റ് ഒരു 2 വീലറുകാരൻ തന്നെ. അവിടെ ചെല്ലുമ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റിനകത്ത് പോലീസ് കൊണ്ട് കിടക്കുന്നു, അവിടെ നന്നായി പെറ്റിയടിക്കുന്നു. ഇതൊക്കെ എത്ര നിരന്തരമായ കാര്യങ്ങളാണ് സാറേ ഇവരൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ പോലീസുകാരാണോ അത് പിടിച്ചുപറിക്കാരാണോ? തങ്കച്ചൻ ഒരു ഹെൽമെറ്റ് വെച്ച് പോയിക്കൂടെ? നമ്മള് അതൊരു ശീലമാക്കണമല്ല. ഞാൻ പറയുന്നത് അവർ കോട്ട തയ്ക്കാൻ അവിടെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടേ. ഈ ബിവറേജസിലേക്ക് പോകുമ്പോഴും ഹെൽമെറ്റ് വെക്കുന്നത് നല്ലതാണ്. അല്ല സാറ് ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ നമ്മൾ ജോലി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ചിലപ്പോൾ ഒരു 7 മണി 8 മണിക്ക് രാത്രിക്കായിരിക്കും പണി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ഫ്രീ പാസ് കിട്ടുന്നത്. കാരണം ബസ്സൊക്കെ നോക്കിയപ്പോൾ കിട്ടാൻ ഒരു ഫ്രീ പാസ് കിട്ടുമ്പോൾ ചിലപ്പോൾ അവിടെ കയറി അങ്ങ് പോകും നമ്മൾ. കാരണം ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് പോലീസ് ഔട്ട്ലെറ്റിനകത്ത് അവരുടെ കോമ്പൗണ്ടിനകത്ത് ഫ്രീ പാസ് എന്ന് പറഞ്ഞ ഒരു ലിഫ്റ്റ് കിട്ടി ബാക്കിലിരുന്ന് പോകുമ്പോ അല്ലേ? ബാക്കിലിരുന്ന് പോകും. അല്ല സ്വന്തം വണ്ടിയില്ല, അല്ലാതെ ബാക്കിലിരുന്ന് പോകുമ്പോഴാണ് ഹെൽമെറ്റ് വെക്കാതെ പിടിച്ചു മേടിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ജനരോഷ വിളകയിലെ സാറ്. ഇതൊക്കെ നമുക്ക് ആഗ്രഹം നമ്മൾ സാറ് ശരിയാ ജീവൻ രക്ഷ ആണെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. പക്ഷെ അന്നേരം നമുക്ക് കിട്ടിയില്ല, അന്നേരം കിട്ടിയ വണ്ടിയിൽ പോയി. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഇത്ര അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം സാറേ കോളേജ് തലങ്ങളിൽ SFIക്കാർ എത്ര കുട്ടികൾക്ക് നമുക്കൊരു സിദ്ധാന്തം. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം വിളിച്ചത്. ഇപ്പൊ അങ്ങിപ്പോ ബിവറേജസിൽ ഒരു ലിഫ്റ്റ് കിട്ടിയപ്പോൾ അതിൽ കയറി പോയതുകൊണ്ട് ഹെൽമെറ്റ്. ഈ പാർട്ടികളുടെ ജാഥകളുടെ മുന്നോടിയായി പോകുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരാൾ ഹെൽമെറ്റ് വെക്കാറില്ല. വലിയ പ്രകടനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒരു പാർട്ടി പതാകയുമായി പോയാൽ ഈ പോലീസ് പിടിക്കില്ല. വലിയ എത്രയോ ഘോഷയാത്രകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ പോകുന്ന വണ്ടികൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുമാതിരി ആളുകൾ ആരും ഹെൽമെറ്റ് വെക്കാറില്ല. അപ്പോൾ പോലീസിനെ പിടിക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ ഏതെങ്കിലും ഒരാൾ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ലിഫ്റ്റ് കയറി ഒരു സ്ഥലത്ത് ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പിടിക്കുന്നു. പക്ഷേ പാർട്ടി യോഗങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഘോഷയാത്രകളുടെ പേരിലൊക്കെ നടക്കുമ്പോൾ 2 വീലറുകൾ ആരും ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും എടുത്തു കാണുന്നില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ നന്ദി. ഇപ്പോൾ ബിനുകുമാർ എന്നോടൊപ്പം ചേരുന്നത് ചടയമംഗലത്ത് നിന്നാണ്. ശ്രീ ബിനുകുമാർ, ഹലോ സാർ, നമസ്കാരം. ചടയമംഗലത്ത് പോലീസ് മാറുമോ ശ്രീ ബിനുകുമാർ? ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന, വർഷങ്ങൾക്ക് മുമ്പേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ചടയമംഗലത്ത് ഇത് ഒരു അടിയും ലഹളയൊന്നും പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? അവിടെ എന്താണ് ജനങ്ങൾ വളരെ നല്ല ആളുകളായതുകൊണ്ടാണ് പോലീസ്? മൊത്തത്തിൽ സ്റ്റേറ്റിൽ മൊത്തത്തിലുള്ള ബഹളം നോക്കാന്നുണ്ടെങ്കിൽ അതിനിവിടെ ബഹളത്തിന്റെ ശതമാനം ഇച്ചിരി കുറവ്. അതുകൊണ്ടാണ് ഈ ദൃശ്യമാധ്യമങ്ങളിലും ഈ ചടയമംഗലം എന്നുള്ളത് വരാത്തത്. പിന്നെ ഞങ്ങളുടെ പേര് മെയിനായിട്ട് ഇരിക്കുന്ന ജഡായു ടൂറിസം ഉള്ളതുകൊണ്ടാണ്. ടൂറിസം കേന്ദ്രമാണ്. അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും ഉല്ലാസപ്രിയരാണ്, അങ്ങനെ വന്നു പോകുന്നു. വലിയ കുഴപ്പമില്ലാതൊക്കെ മിത രീതിയിൽ പോകുന്ന എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശമാണ്. സ്വതവേ ശാന്തശീലന്മാരായിട്ടുള്ള ആളുകളാണ് ചടയമംഗലംകാർ അല്ലേ? അതെ അതെ, ചെറുപ്പക്കാരായ കുറെ എംപ്ലോയി കൂടുതലുള്ള സ്ഥലം സാറേ. സർക്കാർ ഉദ്യോഗസ്ഥർ കൂടുതലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും കൂടുതലുണ്ട്, കൂലി പണിക്കാരും ഉണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ഒരിതാണ്, അല്ലാതെ ഉദ്യോഗസ്ഥർ ഒരു കോളനി ആയിട്ടല്ല. ശരി,
അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് നേടാൻ പറ്റും, എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ. അപ്പൊ അവിടെ പോലീസിൽ വലിയ മാറ്റമൊന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ അവർ പറയാറുണ്ടോ? അതോ കയറിപ്പോടാ? കൂടുതലും ഞങ്ങളെ സ്ഥിരമാണ്, അവരെന്താ ഫ്രണ്ട്ഷിപ്പ് ആവും. അതുകൊണ്ട് തന്നെ സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്ന സമയത്ത് അവർ നല്ലപോലെ തിരിച്ച് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ല ഒരു വില്ലൻ കഥാപാത്രമൊന്നും അവർക്കില്ല, പോലീസിനില്ല. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങളെ ഈ പേടിച്ചു പോകും. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. സാറ് മുമ്പ് പറഞ്ഞ കണക്കിന് PSC-യിലൂടെ ഓരോ ജോലിയും കിട്ടുന്ന കണക്ക് തന്നെയാണ് കേരള പോലീസിലേക്കും ഈ ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത്. അതായത് നമുക്ക് ഒരു അറ്റൻഡർക്ക് ഒരു യൂണിഫോം ഉണ്ട്, സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം ഉണ്ട്, പിന്നെ അങ്ങനെ പലർക്കും യൂണിഫോം ഉണ്ട്, സെക്യൂരിറ്റിക്ക് യൂണിഫോം ഉണ്ട്. അങ്ങനെ ഒരു യൂണിഫോം ഇട്ട ഒരു ജീവനക്കാരൻ മാത്രം കൂട്ടിയാൽ മതി, അവർ മനുഷ്യരല്ലേ. പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽ പണ്ട് മുതലേ കുറെ ആൾക്കാർ പ്രശ്നക്കാരുണ്ട്. പക്ഷെ അതൊരു 10 വർഷം കൂടെ കഴിയുമ്പോൾ മാറും സാറേ. കാരണം പറഞ്ഞാൽ ഇപ്പൊ കയറിയിരിക്കുന്ന പിള്ളേരെല്ലാം ശരിക്കും PG-ക്കാരൊക്കെയാണ്. അവരുടെ വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇത് കൂടുന്നു. അപ്പൊ കുറെ കൂടി അവരെ കുറെ കൂടി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ചടയമംഗലംകാരൊക്കെ വളരെ നല്ലവരാണ് എന്ന് അറിയുന്നതിലും അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷമാണെന്ന് അറിയുന്നതിലൊക്കെ വലിയ സന്തോഷം. താങ്ക് യു ബിനുകുമാർ. അപ്പം പിന്നെ എന്നോട് മോൺസാക്ക് എവിടെ പോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മോൺസാക്ക് ഇന്നലെയൊന്നും ഉണ്ടായില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എനിക്ക് കയ്യൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മോൺസാക്കിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ 10 കൊല്ലം പോലീസിൻ്റെ നരനായായിട്ട് നടന്നു കേരളത്തിലെന്ന് ജയകുമാർ പറയുന്നു. ഹേമേന്ദ്രൻ എന്ന റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കിയത് പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുന്നു. മോൺസാക്ക് പറയുന്നു, ഈ പോലീസിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, ഭരണം മാറിയാലും പോലീസുകാർ മാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി എടുത്ത 1-2 തീരുമാനങ്ങൾ. അനിയൻകുട്ടൻ എന്ത് കരുതുന്നു? ഈ പോലീസ് ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ കേൾക്കുമോ? കേൾക്കും. ആഭ്യന്തരമന്ത്രി പറയുന്ന അവരും നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ ആളുകളെ ഈ പെറ്റിക്കോട്ട തയ്ക്കാൻ വേണ്ടി പോലീസിനെ ഇറക്കി വിട്ട് ജനങ്ങളെ വഴിയോരത്ത് നിന്ന് തടഞ്ഞ് പിടിച്ച് പാവപ്പെട്ടവനെ എല്ലാം പെറ്റി കൊണ്ട് എങ്ങനെയെങ്കിലും നിറച്ച് ഉള്ള രീതി വരുമോ ശ്രീ അനിയൻകുട്ടൻ? അല്ലെങ്കിൽ പൈസ കണ്ടെത്തണ്ടേ? ഇല്ല, ഈ 10 വർഷം ഭരണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, അതിനൊരു മാറ്റമുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള തീരുമാനം എടുത്തത്. പ്രത്യേകിച്ച് ഈ NDMA ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ആരെ കൊണ്ടുവന്നാലും അവനെ പിടിച്ച് അകത്ത് കളയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ചെറുപ്പക്കാർ വരും തലമുറയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയെടുത്ത് എല്ലാ നടപടിയും ഉണ്ടാകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ശ്രീ അനിയൻകുട്ടൻ, വളരെ നന്ദി. അപ്പോൾ ചെറിയൊരു ഇടവേളയിലേക്ക് ഞാൻ കടക്കുകയാണ്. പക്ഷേ ഞാൻ എങ്ങും പോകുന്നില്ല, പെട്ടെന്ന് മടങ്ങി വരാൻ ദേ പോയി ദാവോദ്. യെസ്, നമ്മുടെ പൊതുവേദി അപ്പോൾ തുടരുകയാണ്. എന്നോട് ശ്രീ സദാശിവൻ നായർ പറയുന്നത് പോലീസിൻ്റെ മനോഭാവം മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പോലീസുകാരുടെ യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ മുഖഭാവം കണ്ടാൽ മനസ്സിലാകും എന്ന് പറയുകയാണ്. അവരുടെ മുഖഭാവവും ബോഡി ലാംഗ്വേജും കണ്ടാൽ അറിയാം ഇതൊക്കെ എവിടെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ ഒരു മുഖഭാവം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ളയെ കാണാനില്ല എന്ന് പറഞ്ഞ് ജയകുമാർ പറയുന്നു. പൊതുവേദിയിൽ സാധാരണ വരേണ്ടതാണ്, ഇന്നെന്തോ കാണാനില്ല. ഇനി കാണുന്നുണ്ടോ കമൻ്റ് ഇടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ജയകുമാർ സുനിൽകുമാറിനെയും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ സ്ഥിരം കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുന്ന ആളുകളാണ്. ഇന്ന് കാണാനില്ല, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ കമൻറ്റ് ഇട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ശ്രീ രാമചന്ദ്രൻ പാറശാലയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ആണോ? PWD റിട്ടയർ ചെയ്തോ? കോൺട്രാക്ടറാണ്. ഈ PWD കോൺട്രാക്ടർമാരെയൊക്കെ പോലീസുകാർ വളരെ മാന്യമായാണോ പെരുമാറുന്നത്? അതെന്ത് ഈ കോൺട്രാക്ടർമാരെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ബഹുമാനം തോന്നുന്നു? സാധാരണ തൊഴിലാളികളൊന്നും വിളിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അല്ല സാർ, ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നു, ഞങ്ങളെ തിരിച്ചവർ ബഹുമാനിക്കുന്നു. അത് ശരി. അല്ലെങ്കിലും സാർ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെയധികം മാറ്റങ്ങൾ വരാറുണ്ട്. രമേശ് ചെന്നിത്തല സാറിന് പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഒന്നറിയാം. 2, പ്രത്യേക അഡ്മിനിസ്ട്രേഷനിൽ നല്ല വ്യക്തമായ രൂപരേഖകളുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അതുകൊണ്ട് പോലീസിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? പോലീസിന് ശമ്പളം മന്ത്രിയാണ്. അപ്പൊ ആഭ്യന്തരമന്ത്രി എന്ത് പറയുമ്പോ അതേപോലെ കേട്ടിരിക്കും. ആഭ്യന്തര ശരിയല്ല എങ്കിൽ അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങ് ടെലിഫോൺ കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കാം. സാർ, ആഭ്യന്തരമന്ത്രിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലെ പോലീസുകാരും ജോലി ചെയ്യുന്നത്.
അപ്പോ ഈ ആഭ്യന്തരമന്ത്രി അറിയേണ്ടത് അതാത് ജില്ലകളുടെ SP കൂടെയാണ്, സൂപ്രണ്ട് ഓഫ് പോലീസിൽ കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ സാർ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ക്രിമിനൽസ് കംപ്ലീറ്റ് ഇല്ലാതെയാവും. ഈ പോലീസ് ജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. നമുക്ക് നോക്കാം ക്രിമിനലുകൾ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് നോക്കാം. ഏതായാലും പാറശാലയിലെ പോലീസുകാർക്ക് അഭിമാനിക്കാം. അവിടെ പോലീസിൽ നല്ല പേരാണ്. ശ്രീ രാമചന്ദ്രൻ പറയുന്ന അവരെല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നു എന്നാണ്. അപ്പോൾ നല്ല ഒരു ജനങ്ങളുമായി സാർ ഇവിടെ ക്രിമിനൽസ് ഇല്ലാതെയാവും. ജനങ്ങളുമായിട്ട് പോലീസുകാർക്ക് നല്ല ബന്ധം വേണം. ശരി, നോക്കാം അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ കൂടി എന്നോട് ഒപ്പം ചേരുന്നു, പേരാവൂരിൽ നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായി വിളിച്ചിട്ട്, ഓർക്കുന്നുണ്ടോ? അതെ, കുറേ ദിവസമായി. കുറേ ദിവസമായി. എന്ത് പറ്റി, തിരക്കിലായി പോയോ? ഓ അല്ലല്ല, വിളിച്ചു കിട്ടാഞ്ഞിട്ടാണ്. കിട്ടുന്നില്ല, ചില ദിവസം കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ദിവസം നമുക്ക് സംസാരിക്കാം. ഓക്കെ. പേരാവൂരിൽ പോലീസുകാർ വളരെ നല്ലവരാണെന്നാണ് അല്ലേ പൊതുവെ പറഞ്ഞത്? പൊതുവെ നല്ല അഭിപ്രായം തന്നെയാണ്. പോലീസിന്റെ അവരുടെ പ്രവർത്തനത്തിനെ പറ്റി നമുക്കൊരു എതിരഭിപ്രായമൊന്നും ഇല്ല. പിന്നെ മുകളിൽ നിന്നുള്ള വിളി വരുമ്പോൾ ചില പോലീസുകാർ സൈലന്റ് ആയി പോകും. അവിടെ ഈ ഹെൽമെറ്റ് വേട്ടയും ആളുകളെ പെറ്റിയടിക്കുന്ന രീതിയൊക്കെ ധാരാളം കാണുന്നുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ടൊന്നും കാണാറില്ല. ഇടയ്ക്ക് ചില ഈ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ 2-3 പേരൊക്കെ ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോൾ ഒരു വാണിംഗ്, അത്യാവശ്യം എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് പെറ്റിയുടെ കോട്ട തയ്ക്കാനുള്ള നിയമം ലംഘിച്ചാൽ മാത്രമേ നമ്മൾ ഭയപ്പെടണ്ടൂ. നിയമത്തിനനുസൃതമായിട്ട് ജീവിക്കുന്ന സമൂഹത്തിന് പോലീസിനെ ഭയപ്പെടണ്ട. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഈ കണ്ണൂരിൽ ഈ രാഷ്ട്രീയ അക്രമങ്ങൾ വരുമ്പോ പോലീസ് വേണ്ട രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ബോംബ് കണ്ടെത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ കണ്ണൂരിൽ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൂ, പലയിടത്ത് ഈ പോലീസ് തെരഞ്ഞെടുപ്പ് ചെല്ലുമ്പോഴത്തേക്കും ബോംബുകൾ അതെല്ലാം സൈലന്റ് ആയി പോകും. പോലീസുകാർ അന്നേരം ഒരു നിഷ്ക്രിയമായ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് കാണാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ പുകയെല്ലാം അടങ്ങി കഴിയുമ്പോഴാണ് മെല്ലെ പോലീസുകാർ വരിക. ബോംബൊക്കെ പൊട്ടി പുകയൊക്കെ തീരുമ്പോഴാണ് അവർ വരുന്നത്. പുകയൊക്കെ തീരുമ്പോഴാണ് എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ വളരെ സ്ലോ ഒരു മട്ടാണ്, സ്ലോ ആയിട്ട്. ഓക്കെ, അപ്പൊ ഏതായാലും പുതിയ പോലീസ് കുറെ കൂടി ഊർജ്ജസ്വലാവും നമുക്ക് പ്രതീക്ഷിക്കാം. അവർ ഊർജ്ജസ്വലരാവണം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഇപ്പൊ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന്റെ ഒരു ശൃംഖല തന്നെയുണ്ട്. അതിനൊക്കെ അടിച്ചമർത്തേണ്ട സമയം അതിക്രമിച്ചു. നമ്മളിപ്പോ ഒരു കുറച്ച് പ്രായമുള്ള നമ്മൾ അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അടിച്ചമർത്തുക തന്നെ വേണം. അത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു എന്താ പറയാ രീതിയിൽ തന്നെ അത് പ്രവർത്തിച്ച് പോലീസുകാർക്ക് അതിനുള്ള അല്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് ഈ മയക്കുമരുന്ന് ഒന്ന് അടിച്ചമർത്താൻ ഈ പോലീസിന് വിചാരിച്ചാൽ കഴിയുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അത് അതിഭീകരമായി ഇങ്ങനെ വളരുന്നു. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ സമൂഹവും പോലീസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. ഇവിടെ സമൂഹത്തിലാണല്ലോ ഇത് ഇവർ വിതരണം ചെയ്യുന്നത്. ആ സമൂഹത്തിലുള്ള ആൾക്കാർ കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ ഒരു ജാഗ്രത പാലിക്കുകയാണെങ്കിൽ തന്നെ ഇത് പോലീസിനെ പുല്ലുപോലെ കണക്കാക്കി സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിറ്റഴിച്ച് കോടീശ്വരന്മാരാവുന്നത്. എന്നും പത്രത്തിലും ടിവിയിലും കാണുന്ന മെയിൻ വാർത്ത ഇത് തന്നെയാണ്. ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ വിളയാട്ടമാണ്. അവർക്ക് കുറെ കൂടി നിയമം കർശനമാക്കിയ വകുപ്പുകൾ ചാർത്തുകയും അവരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പെടുത്തു വെക്കുമ്പോൾ, കാരണം സ്ഥിരം കുറ്റവാളികളെ ചില ആളുകളെ ഇപ്പൊ തെറ്റിദ്ധരിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഉണ്ടെന്നൊക്കെ അവരും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും സ്ഥിരം കുറ്റവാളികളായ ആളുകളുണ്ട്. ഇത് കടത്തൽ കൊണ്ടുവരുന്നവർ, ഇതിന്റെ മെയിൻ ഏജന്റുമാർ, അത്തരക്കാരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് അല്ലേ? അത് തീർച്ചയായിട്ടും പോലീസ് അതിനുള്ള പവർ ഉണ്ട്. ആ പവർ ആഭ്യന്തര വകുപ്പ് കുറച്ചും കൂടി അത് പിന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് ചെയ്യും. അതിനുള്ള പിന്നെ എന്താ പറയാ സമൂഹത്തിന്റെ സേവനം കിട്ടിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പേരാവൂരിൽ മഴയൊക്കെ കനത്തു തുടങ്ങി? ഇവിടെയൊക്കെ മഴ ഇല്ല, മഴ തുടങ്ങിയില്ല. ഇവിടെ ഇങ്ങനെ കാലവർഷം വൈകുന്നേരം മേഘങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ചൂട് കാലാവസ്ഥ തന്നെയാണ്. പക്ഷെ അവിടെ ഈ മഴ പെയ്താൽ വലിയ ഉരുൾപൊട്ടലും അങ്ങനത്തെ ഭീതിയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മഴയാണ്. കാലവർഷം എന്ന് പറഞ്ഞാല് ഇത് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ടോ? മുന്നൊരുക്കങ്ങള് തുടങ്ങി, എന്നാലും ആവുന്നേ ഉള്ളൂ. എന്നാലും ഇവിടെയൊക്കെ പൊതുവെ ഒരു ഹെൽത്തി സോണാണ്, ഹെൽത്തി ഏരിയ തന്നെയാണ് ഇവിടെയൊക്കെ. ശരി, അപ്പൊ ഏതായാലും കുറെ നാളുകൾക്ക് ശേഷം അങ്ങേയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും വിളിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നോടൊപ്പം ചേരുന്നത് കണ്ണനാണ്. ശ്രീ കണ്ണൻ. നമസ്തേ സാർ. കണ്ണൻ കുറെ ദിവസമായി എന്നോട് സംസാരിച്ചിട്ട് അല്ലേ?
അല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ സംസാരിച്ചായിരുന്നു സാർ. ഇന്നലെ സംസാരിച്ചോ? ഇല്ല, ഇന്നലെ വിളിച്ചിരുന്നു അല്ലേ? ഇന്നലെ വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ. ആ ഓക്കെ. പറഞ്ഞു സാർ. യെസ്, എനിക്ക് തോന്നുന്നു കണ്ണന്റെ ടെലിഫോൺ. ഗുഡ് മോർണിംഗ് സാറേ. സാറേ ഗുഡ് മോർണിംഗ് എന്നാണോ പറയുന്നത്, അതോ നമസ്തേ എന്നാണോ, എങ്ങനെയാ സാറേ? നമുക്ക് ഒരാളോട് പലതരത്തിൽ ഒരാളെ ഗ്രീറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നൊക്കെ ഉള്ളത് ഒരു ബ്രിട്ടീഷ് ശൈലിയാണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ സ്വതവേ പറയുന്നതാണ്. നമസ്കാരം എന്ന് പറയുന്ന ആളുകൾ ആണ് കൂടുതലും. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ആരെ കാണുമ്പോൾ നമസ്കാരം, അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ നമസ്കാരം എന്ന് പറയും. ഈ ഹലോ എന്നുള്ളത് ഒരു ഗ്രീറ്റിംഗ് രീതിയാണ്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളെ ഒന്ന് ഒരു ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യുക എന്നതിൻ്റെ ഒരു ഭാഗമായാണ് ഈ ഗ്രീറ്റിംഗ്. അപ്പോൾ പോലീസുകാരൊക്കെ ശ്രീ കണ്ണൻ ഗ്രീറ്റ് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത്? ഇപ്പം നമസ്തേ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തപ്പം ചിലര് ഇംഗ്ലീഷിൽ അത് ചൊല്ലി. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്റെ അഭിപ്രായത്തിൽ അത് തെറ്റാ. കാരണം വെച്ചാൽ നമുക്ക് മലയാളം, പിന്നെ കേരളത്തിൽ നമ്മുടെ മാതൃഭാഷ മലയാളം. അപ്പൊ ആ മലയാളത്തിൽ തന്നെ ആയിരിക്കണം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പോ നമസ്തേ എന്ന് പറയുന്നത് കൂടുതലും ഒരു ഉത്തരേന്ത്യൻ രീതിയാണ്. ഇവിടെ നമസ്കാരം എന്നാ പറയുന്നത്. നമസ്കാരം. ഓക്കെ. അപ്പൊ അത് അങ്ങനെ നമസ്കാരം തന്നെ പറയാറ്. അങ്ങ് എപ്പോഴും നമസ്തേ എന്നാ പറയുന്നത്. നമസ്തേ. ഉത്തരേന്ത്യൻ താല്പര്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഹിന്ദി പിന്നെ ഇംഗ്ലീഷിനെക്കാട്ടിൽ പിന്നെ കൂടുതൽ പ്രാധാന്യം ഹിന്ദി ആക്കണമെന്നാണ് എന്റെ താല്പര്യം. അതല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാടുള്ളത് കൊണ്ടല്ല അല്ലേ? ഈ BJP-കാരൊക്കെ പരസ്പരം കാണുമ്പോൾ നമസ്തേ എന്നാണ് പറയുന്നത്. ഞാൻ ആ ഒരു ഉദ്ദേശമല്ലേ. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ നമസ്തേ, അതായത് നമുക്ക് നമ്മുടെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഞാൻ BJP-കാരനുമല്ല. പിന്നെ എന്റെ രാജ്യത്തിന്റെ ഇതിൽ എവിടെ ആയാലും ഹിന്ദി ആണ് നമ്മുടെ ഇതില്. നമുക്ക് കൂടുതൽ ഹിന്ദിയാണോ പഠിച്ചത് കോളേജിലൊക്കെ, സ്കൂളിലൊക്കെ? അല്ലല്ല, ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ 7 കോമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഹിന്ദി എങ്ങനെ? ഹിന്ദി അറിയാമോ? നല്ലോണം സംസാരിക്കാൻ അറിയാമോ? എനിക്ക് നല്ലതായിട്ട് അറിയാം. എങ്ങനെ അറിഞ്ഞു ഹിന്ദി? ഞാൻ ചെറുപ്പം മുതലേ ബോംബെയിൽ പോയിട്ടുണ്ട്, പിന്നെ ഗൾഫിൽ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമസ്തേ എന്നൊക്കെ ബോംബെയിലെ ആളുകളാണ്, മഹാരാഷ്ട്രയിലൊക്കെയാണ് നമസ്തേ എന്നൊക്കെ പറയുന്നത്. മാസ്റ്റർ ജി നമസ്തേ എന്നൊക്കെ അവർ പറയും. ഇവിടുത്തെ ആളുകൾ നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങ് ബോംബെയിലായിരുന്നു. ഞാൻ ടൂറിസം മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതലും ഹിന്ദി ആൾക്കാരുമായിട്ട് നല്ല ഇടപെടാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ നമുക്ക് ബോംബെയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ബോംബെയിൽ സാറേ ഞാൻ പഠിച്ചിട്ടിപ്പോ തന്നെ ബോംബെയിൽ പോയി, പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന്, പിന്നെ ഗൾഫിൽ 5 വർഷം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ നമുക്ക് ഇപ്പൊ മലയാളം പോലെ തന്നെ നമുക്ക് എല്ലാ ഇവിടെ ചെന്നാലും ഇപ്പൊ പിന്നെ അറബിക്കാരായാലും മുമ്പ് അവിടെ ഹിന്ദി ആയിരുന്നു. ഇപ്പം പിന്നെ അപ്പൊ അവര് പറയുന്ന മുമ്പ് ഇവിടുത്തെ വന്നപ്പോ ഞാൻ ചോദിച്ചു പറഞ്ഞ് അറബികൾ പറയുന്ന ഇവിടുന്ന് പണ്ട് തൊട്ടേ നമുക്ക് ഹിന്ദിയാണ് കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം എന്റെ ഒരു ഇതില് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കൂടുതൽ മലയാളത്തിലായിരിക്കണം. ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ മലയാളത്തിലായിരിക്കണം എന്നാണ് എന്റെ. അത് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് സംസാരിച്ചോട്ടെ. നമുക്ക് മലയാളത്തോട് ഇപ്പൊ ഒരാൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ അയാൾ മലയാളം സംസാരിക്കും. ശശി തരൂരിന് ഞാൻ മലയാളമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ശശി തരൂരിനെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആളുകൾക്ക് ഏതാണ് കംഫർട്ടബിൾ അവരതിൽ സംസാരിക്കട്ടെ. ചില ആളുകൾ അതുപോലെ തന്നെ നമുക്ക് ഹിന്ദി, പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഹിന്ദി ഏത് ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പോർച്ചുഗീസ് ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. പോർച്ചുഗീസ് ഭാഷ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് വിഷയം പക്ഷേ അത് നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ മാതൃഭാഷ. ഞാൻ പോർച്ചുഗീസ് ഭാഷ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പോർച്ചുഗീസ് പദങ്ങളാണ് നമ്മുടെ മലയാളത്തിൽ ഒരുപാടുള്ളത്. ഞാനൊരു കുറേ ഉദാഹരണങ്ങൾ പറയാം. മേശ പോർച്ചുഗീസ് വാക്കാണ്. കസേര, കദേര എന്നുള്ളത് പോർച്ചുഗീസ് വാക്കാണ്. സവാള, ഉള്ളിയില്ലേ, പോർച്ചുഗീസ് വാക്കാണ്. അങ്ങനെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള വാക്കുകൾ എത്രയാണെന്നറിയാമോ? അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള വാക്കുകൾ എത്രയാണ്? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷാ ഫണ്ടമെൻ്റലിസം കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വാക്കുകൾ പൂർണ്ണമായും നമ്മുടേതല്ല. ഇപ്പം മേശ, ജനാല, കസേര, വരാന്ത എന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മുടെയാണെന്ന് നമ്മൾ വരാന്ത ഇവിടുന്ന് ഇംഗ്ലീഷിലേക്ക് പോയി, ഇംഗ്ലീഷാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ഭാഷ അങ്ങനെ കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഫണ്ടമെൻ്റലിസം കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമില്ല.
നമുക്കൊരു ഭാഷ ഇഷ്ടമാണെങ്കിൽ ആ ഭാഷ അതെ സാർ. ചില സംസാരിക്കുക. സ്ഥലങ്ങളിലും മറ്റു കാര്യങ്ങൾക്കും ഈ ചില പ്രായമായ ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ ഓരോരുത്തർ വന്ന അഹങ്കാരത്തോടെ സംസാരിച്ച് അവർക്ക് എന്താവോ എന്ന് പോലും കാര്യങ്ങൾ അറിയത്തില്ല. നമുക്ക് ആളുകളായിട്ട് ഒഴിവാക്കണമെന്ന് പറയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണല്ലോ ഭാഷ. അപ്പം മറ്റേ ആൾക്ക് മനസ്സിലാകുന്നത് എന്ത്, അത് ഇത് ചെയ്യുക. ഇപ്പം നമുക്ക് നന്നായി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യുക, അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മൾ ഇതിനെങ്ങനെ വല്ലാതെ അതിതീവ്രമായി ഭാഷാ വെറിയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഭാഷ ഒരു മാതാവിനെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ മാതൃമൊഴിയാണ്, അത് നമ്മൾ ഇത് ചെയ്യുന്നു. പക്ഷേ ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ പല ഭാഷകളിൽ നിന്ന് കടമെടുത്ത് ആണ് ഇതിലെ പദസമ്പത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം പറയുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പോർച്ചുഗീസാണ് പറയുന്നത് എന്ന് ഞാനതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നേ. അല്ല, അങ്ങനെയാണ് നമ്മൾ മാതൃഭാഷ എന്ന് പറഞ്ഞ് അംഗീകരിക്കുകയും മറ്റ് കാര്യങ്ങൾക്ക് നിർബന്ധമാക്കുകയും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, അതായത് ഒരു മാതൃഭാഷ എന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നൊരു ഭാഷയായതുകൊണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഗുണകരമാണ് എന്ന് തോന്നുന്നത് കൊണ്ടും ആണ്. അപ്പോൾ ആ മാതൃഭാഷയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം, കൾച്ചർ അതൊക്കെ അതിൽ നിലനിൽക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മളുടെ വാക്കുകൾ മുഴുവൻ നമ്മുടേതാണ്, ഇത് മലയാളമാണ് എന്ന് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഇത് മറ്റു പല ഭാഷകളിൽ നിന്ന് കടമെടുത്തതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മാറോടെ ചേർത്ത് കരയുന്ന കുഞ്ഞിനെ വിളിക്കുമ്പോൾ ആ കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുമ്പോൾ, ആ മോനെ എന്ന് വിളിക്കുമ്പോൾ ആ പരസ്പരമുള്ള ആ ഒരു ബന്ധം പെട്ടെന്ന് ഹൃദയങ്ങളിലേക്ക് അതാണെന്ന് ഈ അങ്ങക്ക് ഇത് കണ്ണനോട് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ അമ്മ മകനോട് പറയാണ് അലമാരി തുറക്കൂ എന്ന് പറഞ്ഞാൽ അമ്മ പോർച്ചുഗീസ് ഭാഷയാണ്. അലമാരി എന്ന് പറയുന്നത് അൽമീറ എന്നത് പോർച്ചുഗീസ് വാക്കാണ്. കപ്പേള പോർച്ചുഗീസ് വാക്കാണ്. കുരിശ് പോർച്ചുഗീസ് വാക്കാണ്. ഇസ്തിരി പോർച്ചുഗീസ് വാക്കാണ്. കടലാസ് പോർച്ചുഗീസ് വാക്കാണ്. റാന്തൽ പോർച്ചുഗീസ് വാക്കാണ്. മോനെ പേന എടുത്തോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്ന് അമ്മ ചോദിച്ചാൽ അതിൽ പോർച്ചുഗീസ് വാക്കുണ്ടതേ. അതെ, അത് നമ്മളെ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ അടിമകളാക്കി വെച്ച വിദേശികളുടെ ബീജങ്ങൾ ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നമുക്കുണ്ട്. അല്ല, കണ്ണൻ ഇതിങ്ങനെ തർക്കിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ഭാഷ എടുത്ത് നോക്കിയാൽ ആ ഭാഷയിലെ പദസമ്പത്ത് പലതും മറ്റ് ഭാഷകൾ നമുക്ക് നൽകിയിട്ടുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ പോർച്ചുഗീസിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്, അല്ലേ? അത് ഞാൻ പറഞ്ഞുള്ളൂ. ഭാരതത്തിന്റെ സംസ്കാരം കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാവരെയും നമുക്ക് ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഇന്ന് ആ സാംസ്കാരിക പ്രതലം തന്നെ ഇന്ന് പല രാജ്യങ്ങളാണ്. ഭാരതത്തിൻ്റെ പ്രധാനമായ ടാക്സിയില അല്ലെങ്കിൽ പ്രധാന സാംസ്കാരിക നടന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വേറെ രാജ്യങ്ങൾ കൂടിയാണ്. അപ്പം നമ്മൾ പലതരം സംസ്കാരങ്ങളുടെ ഒരു സംയമനമാണ് ഭാരതം. അത് ഒരു പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനില്ലെന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം നമുക്കെന്തോ ഒരു പൊട്ടിമുളച്ച് കിട്ടിയെന്നല്ല. ഇത് പല ആളുകളിൽ നിന്ന് കടമെടുത്ത് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പീസിൽ നിന്ന് വന്ന ആളുകളും അതുപോലെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളും ഒക്കെ ചേർന്ന ഒരു വലിയ ജനസഞ്ചയമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇവിടെ നിന്നൊരു ജനവിഭാഗം ഉണ്ടാകില്ല. അങ്ങനത്തെ ഫണ്ടമെന്റൽ എലമെന്റ്സിലേക്ക് പോയാൽ വലിയ തർക്കവും. ഏതായാലും ഞാൻ ഈ പോലീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വളരെ സന്തോഷം, സമയം അതിക്രമിച്ചു. പോലീസിന്റെ മുഖം മാറ്റാൻ കഴിയുമോ രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാണ് ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകരോട് ചോദിച്ചത്. സ്വാഭാവികമായും അതിൽ വലിയൊരു വിഭാഗം ആളുകൾ അത് കഴിയും രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന് അഭിപ്രായമുള്ളവരാണ്. മന്ത്രി മാറിയാൽ പോലീസ് മാറുമെന്ന ചോദ്യത്തിന് 87% ആളുകളും അത് മാറും എന്ന അഭിപ്രായമാണ്. പോലീസ് സംവിധാനത്തിൻ്റെ ശക്തി അതിൻ്റെ യൂണിഫോമിലോ അധികാരത്തിലോ അല്ല, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ്. ജനങ്ങൾക്ക് സുരക്ഷയും നീതിയും ഉറപ്പാക്കണം, അതാണ് പോലീസിൻ്റെ ദൗത്യം. പരിഷ്കാരങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം പോലീസ് വിജയിക്കില്ല. പോലീസ് സംവിധാനത്തെ മാറ്റാൻ പൊതുസമൂഹം കൂടി അതിനൊപ്പം ഉണ്ടാകണം. സാമൂഹിക ജാഗ്രത അതാണ് ഏറ്റവും പ്രധാനം. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങളുടെ പിന്തുണ ലഭിക്കുകയാണ്. പിഴവുകൾ വിമർശിക്കപ്പെടുമോ, പക്ഷേ സത്യസന്ധമായ ആ പ്രവർത്തനങ്ങളെ എപ്പോഴും അഭിനന്ദിക്കാനും നമ്മൾ തയ്യാറാകണം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.